ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ച ദൈവത്തിന്റെ ഞാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും വീണ്ടും ഒന്നുകൂടെ ചിന്തിപ്പാനും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഒരു അതിനോട് കണക്ട് ചെയ്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ദൈവികമായ പദ്ധതികളെ തിരിച്ചറിയേണ്ടതുമായ ചില ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇന്നും കൂടെ അപ്രകാരം ഒന്ന് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ ജനത്തിന്റെ ജീവിത രീതിയെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു മത്തായി സുവിശേഷം നമ്മൾ ചിന്തിച്ചു. ശിഷ്യന്മാരോട് എപ്രകാരമാണ് സംസാരിക്കുന്നത്, തനിക്കായി തന്നെ ജീവിക്കാനുള്ള ഒരു വലിയ പ്രലോഭനമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ ദൈവിക വിളിയെ ഏറ്റവും പരമപ്രധാനമായി കണ്ടുകൊണ്ട് ജീവിച്ച ഭക്തന്മാരും എന്നാൽ അതിനെ നിസ്സാരമായി കണ്ട് അതിനേക്കാളും മറ്റു പലതിനെ സ്നേഹിച്ചവരുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്ന അനവധി കാര്യങ്ങൾ വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ചും ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചില ചിന്തകൾ ദൈവമാർക്കായിട്ട് പങ്കുവെക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും കൂടെ ആ ഭാഗത്തിൽ ചിന്തിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അത് നമുക്കറിയാം, പത്രോസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തില് നമ്മൾ പത്രോസ് ലേഖനം വായിച്ചു പഠിച്ചിട്ടുള്ളവരാണ്. അവിടെ ഈ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് ദൈവം അയക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അവിടെ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പം പറഞ്ഞു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗം അതിനകത്ത് വരുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. നമ്മൾ മുന്നറിയിപ്പായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, അന്നും ജനത്തിന്റെ ഇടയിൽ, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, ദുർബദർശകന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യം തൊട്ടിങ്ങനെ പറയുന്നു: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചെങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും, ഒന്ന്, ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം ഒട്ടും കരുണ കാണിക്കാതെ അവരെ അന്ധതമസിന്റെ ചെങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഒരു ഭാഗം. അതായത് അനുസരണം കെട്ടവരെ, ദൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് അടുത്തത് പറയുന്നു പുരാതന ലോകത്തെയും ആദരിക്കാതെ, പൂർവ്വകാലത്തിലെ പറയുകയാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടെ പാലിക്കുകയും, നോഹയെ പാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തത. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന നീതിമാന്മാരായ ദൈവം പരിപാലിക്കുന്നു, കാക്കുന്നുള്ള ആ കോണ്ടെക്സ്റ്റിലാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതേ സമയത്ത് തന്നെ അധർമ്മികളെ, അഭക്തരെ എങ്ങനെ ശിക്ഷിക്കണമെന്നും അഭക്തരെ അവിടെ എങ്ങനെ ഇടപെടണമെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്നും സൂചിപ്പിക്കാനാണ് ഈ ഭാഗം പറയുന്നത്. അതിന് 3-ാമത്തെ കാര്യം പറയുന്നു സൊദോം ഗൊമോറ. അപ്പം നോഹയുടെ കാലഘട്ടത്തിൽ മുഴുവൻ മനുഷ്യനെ നശിപ്പിച്ചു. എന്നാൽ 6-ാം വാക്യം വരുമ്പോൾ സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ മാത്രം നശിപ്പിച്ചു. കാരണം വീണ്ടും നോഹയ്ക്ക് മക്കളുണ്ടായി, അവർക്ക് ധാരാളം കുഞ്ഞുങ്ങൾ, തലമുറകൾ ഉണ്ടായി. അങ്ങനെ ആ കാലഘട്ടം ആണ്. അത് കഴിഞ്ഞ് അതോട് അനുബന്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സൊദോം ഗൊമോറ, അബ്രഹാമിന്റെ കാലഘട്ടം വരുമ്പോൾ ഉള്ള കാര്യമാണ് ഈ സൊദോം ഗൊമോറ. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ അബ്രഹാമിന്റെ കൺമുമ്പിൽ നടന്ന സംഭവമാണ് സൊദോം ഗൊമോറയുടെ ഉന്മൂല നാശം. ആ ഉന്മൂല നാശത്തിൽ അതിനെ ഭസ്മീകരിച്ചപ്പോൾ അതിന്റെ തീ പൊങ്ങി, അതിന്റെ പുക പൊങ്ങി അബ്രഹാം ആ ദേശത്ത് നിന്ന് കണ്ടോണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു, ഉന്മൂല നാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും, അധർമ്മിയുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്യും. അപ്പം ദൈവം
നോഹയെ പ്രകാരമാണ് സംരക്ഷിച്ചതെന്നും, എന്നാൽ ലോത്തിനും ഒരു റെസ്ക്യൂ ചെയ്തു. ലോത്തിനെയും ആ വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷിച്ചു. നമ്മൾ ഉൽപ്പത്തിയിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ ഇത് വായിക്കാൻ കാര്യം, നമ്മൾ കേട്ടിട്ടുണ്ട് വലഞ്ഞുപോയ നീതിമാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഞാനതൊന്ന് വായിക്കാം, ഇംഗ്ലീഷ് ഞാനൊന്ന് വായിക്കാം. അപ്പം ആ ഭാഗം നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പോസ്തലനായ പത്രോസിൽ എഴുതുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സഭ അറിഞ്ഞിരിക്കണം, എല്ലാ കാലത്തും കള്ളപ്രവാചകന്മാരുണ്ട്, ഉണ്ടായിരിക്കും, ദുർദർശകന്മാരുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ സത്യവിശ്വാസനാകലാൻ പാടില്ല. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം അധർമ്മികളെ, അഭക്തരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നും നീതിമാന്മാരായവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. രണ്ടും എല്ലാ കാലത്തും ഉണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഭ അങ്ങ് ഞെട്ടിപ്പോകല്ലേ, സഭ അങ്ങ് പതറിപ്പോകല്ലേ. ഓയ്യോ ഭയങ്കര അധർമ്മമാണ്, ഭയങ്കര ഇത് ആദ്യത്തെ സംഭവമല്ല. നോഹയുടെ കാലത്ത് ഇതായിരുന്നു, അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നു. അവിടുന്ന് അത് പുരാതന ദൂതന്മാർ, ഇതിനു മുമ്പ് തന്നെ മനുഷ്യനിൽ ഇതുണ്ടാകുന്നതിന് മുമ്പ് ദൂതന്മാരിൽ ഈ അനുസരണക്കേട് ഉണ്ടായിട്ട് ദൈവത്തോട് മറുതലിച്ച് അല്ലെങ്കിൽ മത്സരിച്ചപ്പോ ദൈവം ദൂതന്മാരെ എപ്രകാരം ദൈവത്തിന് ഒരു കരുണയും കൂടാതെ അവരെ ചെങ്ങലയിട്ട് ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അത് ആ ബോധ്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഞാനത് ഒന്ന് പറഞ്ഞുവെങ്കിലും, ഈ വലഞ്ഞുപോയ നമ്മളെ മനസ്സിലോട്ട് ഞാൻ ആ ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അഭക്തരുടെയും അധർമ്മികളുടെയും കൂട്ടത്തിൽ ലോത്ത് ജീവിച്ചപ്പം ലോത്തിനെ കുറിച്ച് പറയുന്നത് 7-ാം വാക്യം, 2 പത്രോസ് 2:7, അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ദൈവം ആ മനുഷ്യന്റെ ആ മനസ്സിനെ അറിഞ്ഞ് അബ്രഹാമിനെ ഓർത്താണ് ദൈവം അത് ചെയ്യുന്നതെന്ന് ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. അപ്പം ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം, അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ഈ പത്രോസ് എഴുതിയ ലേഖനത്തിൽ അങ്ങനെ പറയുമ്പം ലോത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാനൊന്ന് എടുത്തോട്ടെ. എങ്ങനെയാണെന്നറിയാം ഇവിടെ എഴുതിയിരിക്കുന്നത്. But God also rescued Lot out of Sodom because he was a righteous man. നീതിയുള്ള മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ അധർമ്മം കാണുമ്പോൾ, അനീതി കാണുമ്പോൾ നോക്കുന്നത്. എന്നിട്ട് വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, who was sick of the shameful immorality of the wicked people around him. അപ്പം ദുഷ്ടരുടെ, അധർമ്മികളുടെ ദുഷ്ടത കണ്ട് മനസ്സിൽ സിക്കായി പോയ ഒരാള്. വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് ബാധിച്ച, രോഗം പിടിച്ചുപോയി, അല്ലെങ്കിൽ സിക്കായിപ്പോയി. കാരണം താൻ പാർക്കുന്ന ദേശം അങ്ങനെയായിരുന്നു, വ്യക്തികൾ അങ്ങനെ ആയിരുന്നു. He was righteous, the same time he was sick. അതുകൊണ്ടാണ് മലയാളത്തിൽ അത് വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ 12-ാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും മൃദുഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പർവ്വതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുക ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നതിനെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യം. ലോത്തും അവനോടുകൂടെ പോയി. ലോത്തും അവനോടുകൂടെ പോയി. അപ്പം ലോത്ത് എന്ന മനുഷ്യന് അബ്രഹാമിന്റെ ഭവനത്തിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്
കിട്ടിയത്. ഒരു 3 മക്കളാണ് തേരഹിന്. അതില് ഹാരാന്റെ മകനാണ്, അബ്രഹാമിന്റെ സഹോദരനായ ഹാരാന്റെ മകനാണ് ലോത്ത്. തന്റെ അബ്രഹാമും നാഹോരും ഹാരാനും 3 മക്കളാണ്. അതായത് 11-27 തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. അബ്രഹാമിന്റെ സ്വന്തം സഹോദരന്റെ പുത്രനാണ് ലോത്ത്. ലോത്തിന്റെ പിതാവിന്റെ പേരാണ് ഹാരാൻ. ഇതിൽ ലോത്ത് ഇവരോടുകൂടെ പുറപ്പെടുകയാണ്. നമുക്കൊക്കെ വളരെ അറിയാവുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ ഇവര് മുന്നോട്ട് പോകുമ്പം ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു, സംസാരിക്കുന്നു, അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. നമ്മള് മനസ്സ് ചിന്തിക്കുന്ന ഒരു കാര്യം. ലോത്ത് അബ്രഹാമിനോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോന്നു. ലോത്തും അവനോട് പോയി ഒത്തിരി അവരെ ദൈവം ഒത്തിരി, ഓൾറെഡി അബ്രഹാം റിച്ച് ആയിരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു, ആടുമാടുകൾ വർദ്ധിച്ചു. അങ്ങനെ 13-ാമത്തെ അധ്യായം എത്തുമ്പോൾ ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെ അവനോട് ലോത്ത് മിസ്രൈമിൽ പുറപ്പെടുന്ന ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ അവർക്ക് മിസ്രൈമിലേക്ക് ഒന്ന് പോകേണ്ട വന്നു. തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നു. താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠവുമായിരുന്ന സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിൽ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ കന്നുകാലികൾക്കും ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. അബ്രഹാമിന് ഏറ്റവും സങ്കടമുള്ള കാര്യം പിണക്കം ഉണ്ടാകുന്നേ. അബ്രഹാം അതുകൊണ്ട് പറഞ്ഞു, പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും. ഞാന് അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് ചിന്തിച്ചപ്പം, എന്റെ മനസ്സിൽ ലോത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പം വന്ന ഒരു ക്യാപ്ഷൻ ഇതാണ്: എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ്. എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ്, അല്ലെങ്കിൽ എ റൈച്ചസ് പേഴ്സൺ ഇൻ എ വിക്കറ്റ് പ്ലേസ്, അങ്ങനെയും പറയാം. നീതിമാനായ ഒരു മനുഷ്യൻ ദുഷ്ടതയുടെ നടുവിൽ പാർക്കുന്നു, അല്ലെങ്കിൽ ആള് നേരുള്ളവനാണ്, പക്ഷെ താൻ തെറ്റായ ഒരു സ്ഥലത്ത് പാർക്കുന്നു. അങ്ങനെ സംഭവിക്കാനുള്ള അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുകയും വേണമല്ലോ. നമ്മളൊരു സിക്ക് റൈച്ചസ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ റൈച്ചസ് ആയാൽ മാത്രം പോരാ, നമ്മൾ ഒരു സിക്ക് റൈച്ചസ് ആയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സിക്ക് റൈച്ചസ് ആയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അധപ്പതനം എത്രത്തോളമാണെന്ന് ലോത്തിന്റെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. ലോത്തിനെ ആക്ഷേപിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ കുറ്റം വിധിച്ചിട്ടില്ല. പക്ഷെ ലോത്തിന്റെ മനസ്സിന്റെ ആ നേരും നീതിയും താൻ മലിനപ്പെടാതെ ജീവിച്ചിട്ടും ദൈവം ആഗ്രഹിക്കാത്ത ഒരിടത്ത് ജീവിച്ചതുകൊണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയതുകൊണ്ട്,
റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട മനുഷ്യൻ റൈറ്റ് ടൈമിൽ റോങ് ഡിസിഷൻ എടുത്തു. അതുകൊണ്ട് ആ റൈച്ചസ് മാൻ റോങ് പ്ലേസിൽ താമസിക്കേണ്ട വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായത്. അതെന്റെ ഹൃദയത്തിൽ ദൈവം ആഴമായി ഇടപെട്ടുകൊണ്ട് എനിക്ക് തോന്നി ഈ ആഴ്ചയും കൂടെ ഈ ഭാഗങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ തനിക്കായി തന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളായിരിക്കണ്ടേ. എല്ലാ പ്രലോഭനങ്ങളും അതിനുണ്ടാവും. നമ്മളെ കർത്താവിനായി ജീവിപ്പിക്കുവാൻ പ്രചോദനം തരുന്ന സമൂഹത്തിലെ നമ്മൾ വസിക്കാവൂ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലെ നമ്മളായിരിക്കാവൂ. ഇവിടെ ലോത്ത് വഴക്കിട്ട് പോവല്ല. നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പം നമുക്ക് ഒരിടത്തും അങ്ങനെ ലോത്ത് ഒരു ദോഷമായി പ്രവർത്തിച്ചെന്നോ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സ്വത്ത് ആഗ്രഹിച്ചെന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ മെസ്സേജുകൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ വളരെ ശ്രദ്ധയോടെ ദൈവകൃപയോടെ നാം നമ്മുടെ ജീവിതത്തെ ഈ അധർമ്മം പെരുകി വരുന്ന, അഭക്തി പെരുകി വരുന്ന, ദൈവം വീണ്ടും തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന, അതായത് നോഹയുടെ കാലത്ത് പ്രളയത്താൽ നശിപ്പിച്ചു, അബ്രഹാമിന്റെ കാലത്ത് ലോത്തിന്റെ കാലത്ത് സൊദോം ഗൊമോറയെ തീയും ഗന്ധവും ആകാശം അയച്ച് ഉന്മൂലനാശം ചെയ്തു. അങ്ങനെയാണ് അവിടെ ഡെഡ് സീ ഉണ്ടാകുന്നത്. ആ സൾഫറും ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ തീയുടെ ഇതിൽ ഇന്നും ആ ചാവുകടൽ അങ്ങനെ തന്നെയുണ്ട്. ഞങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ആ ചാവുകടൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ജീവിയും അവിടെ പൊങ്ങിക്കിടക്കുന്ന ഒരു കടലാണ്. സാന്ദ്രത കൂടുതൽ കാരണം നമ്മൾ ഇറങ്ങിക്കൊടുത്താൽ മതി, നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഒന്നും അവിടെ ജീവിക്കത്തില്ല. അത്ര ആ സൊദോം ഗൊമോറയുടെ ഉന്മൂലനാശത്തിന്റെ അനന്തരഫലമാണ് അതിന്നും വ്യക്തമായിട്ട് നമുക്ക് ചെന്ന് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം, നോഹയുടെ കാലഘട്ടത്തിൽ നോഹ വയസ്സായി ജീവിച്ചു. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ തന്റെ കുടുംബത്തെ തന്നോട് ചേർത്ത് നിർത്തി. തന്റെ 3 ആൺകുഞ്ഞുങ്ങൾക്ക് ദൈവം സംസാരിച്ചു, ദൈവം അരുളി ചെയ്തു എന്ന് കേട്ടാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന രീതിയിൽ മക്കളെ വളർത്തി. പക്ഷെ ലോത്തിന്റെ മരുമക്കളോട് ദൈവം സംസാരിച്ചു കേട്ടപ്പോൾ അവർക്ക് തമാശയായിട്ടാ തോന്നിയേ. അത് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. 19:14 ന്യായവിധി സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോവാം. അപ്പം ദൂതന്മാര് ചോദിച്ചു, ആരെയെങ്കിലും ഒക്കെ രക്ഷിക്കാനുണ്ട്, നിന്നോട് ബന്ധപ്പെട്ട എല്ലാരെയും കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ ന്യായവിധിയുടെ സമയത്ത് ദൂത് പറഞ്ഞാലേ മക്കള് വിശ്വസിക്കണമെന്നില്ല. അതിന് വക്കത്തെത്തി, സമയെത്തി. അപ്പൊ ലോത്ത് പെട്ടെന്ന് ഓർത്തു, എന്റെ ഈ 2 പെൺമക്കളും എൻഗേജ്ഡാ, വിവാഹം നിശ്ചയിച്ചേക്കും, അവരുടെ വിവാഹം കഴിക്കുന്ന ആൺകുട്ടികൾ വെളിയിലുണ്ട്. 19 പറഞ്ഞാൽ അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ഇതാണ് സിക്ക് റൈച്ചസ് മാന്റെ പ്രശ്നം. സിക്ക തന്റെ ഉള്ളിൽ ഭയങ്കര അധർമ്മത്തെ കുറിച്ച് ഭയങ്കര ആദിയായി വ്യാധിയായി. അധർമ്മികളെയും അവരുടെ അധർമ്മങ്ങളെ കുറിച്ചുള്ള തന്റെ അകത്തുണ്ടായ ആ ആദി പിടിച്ച് തനിക്ക് വ്യാധി ആയതിനാണ് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ, എ സിക്ക് റൈച്ചസ് മാൻ. അപ്പൊ ഇമോഷണൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ലോത്തിനോട് ഒരു വലിയ പ്രീതി തോന്നും. പക്ഷേ ദൈവത്തിന്റെ വീക്ഷണത്തിൽ കാര്യങ്ങളെ നോക്കുമ്പോൾ, അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നോക്കി കാണുമ്പോൾ, രൂത്തിന്റെ ജീവിതത്തിലൂടെ നോക്കി കാണുമ്പോൾ, ലോത്തിന്റെ തലമുറയായ രൂത്ത്. പക്ഷെ അവളെടുത്ത തീരുമാനം ഇവിടുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോത്ത് ഇങ്ങനെ പോകേണ്ട മനുഷ്യനല്ല. കാരണം കൃപയാൽ
അബ്രഹാമിനോട് കൂടെ ഇറങ്ങി പുറപ്പെടാനും ചേർന്ന് ജീവിക്കുവാനും ഒന്നിച്ചായിരിക്കാനും അവസരം ലഭിച്ചത്. ആർക്ക് ലഭിച്ച പോലെ? റൂത്തിന് നവോമിയോടൊപ്പം ജീവിക്കാൻ ലഭിച്ച പോലെ. അപ്പൊ ഈ മരുമക്കൾക്ക് കളിയായിട്ട് തോന്നി. പക്ഷെ നോഹയുടെ മക്കൾക്ക് അങ്ങനല്ല. നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും കൊണ്ട്. അപ്പൊ നോഹയ്ക്ക് മരുമക്കളുണ്ടായിരുന്നു. മരുമക്കൾ പറഞ്ഞില്ല, ഇതെന്നെ കളി അപ്പച്ചൻ പറയുന്നേ, നിങ്ങൾ വേണേ അപ്പനെ അനുസരിച്ചോ, ഞങ്ങൾ ഇതിനൊന്നും ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുന്നവർ പറഞ്ഞില്ല. കാരണം ആ വീട്ടിനകത്ത് വലഞ്ഞുപോയ നീതിമാനല്ലായിരുന്നു നോഹ. സ്റ്റിക്കല്ലായിരുന്നു നോഹ, സ്ട്രോങ് ആയിരുന്നു. നോഹ തന്റെ മക്കളെയും തന്റെ മരുമക്കളെയും തന്റെ ഭാര്യയെയും അവരോട് ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ഗൗരവമായി എടുക്കുന്ന രീതിയിൽ ആ കുടുംബത്തിന്റെ ചുക്കാൻ നോഹ പിടിച്ചിരുന്നു. ലോത്തിന് തന്റെ കുടുംബത്തെ ജീവനുള്ള ദൈവത്തിലേക്ക് അടുപ്പിക്കാനോ തനിക്ക് ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്താനോ കഴിയാഞ്ഞതിന്റെ അനന്തര ഫലം അതികഠിനമായി. നിങ്ങൾ ഓർക്ക് ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഞാൻ എന്തിനാ പറയുന്നറിയോ? ഇന്ന് പലരും സ്പിരിച്വൽ ലൈഫും സ്പിരിച്വാലിറ്റി ഒക്കെ ഇമോഷണൽ ആക്കാൻ ശ്രമിക്കും. അയ്യോ എനിക്ക് ഭയങ്കര വേദനയാ, അയ്യോ അവർ നശിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അധർമ്മം കണ്ട് അഭക്തി കണ്ട് വേദനിക്കുന്ന സിക്കാകുന്ന ഭക്തന്മാരാകാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ അത് വലിയ പ്രയോജനം ചെയ്യത്തില്ല. അത് വലിയ ഗുണം ചെയ്തതെന്ന് മാത്രമല്ല, ചിന്തിക്കാൻ കഴിയാത്ത ഡിസാസ്റ്ററുകൾ, അനർത്ഥങ്ങൾ അല്ലെങ്കിൽ അധർമ്മങ്ങൾ സ്വയം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നോഹയുടെ പെൺമക്കളായ മരുമക്കൾക്ക് ഒരിക്കലും അവരുടെ അമ്മായിപ്പൻ പറഞ്ഞ ആ ദൈവിക ആലോചന പ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കാര്യമായി തന്നെ തോന്നി. അവർ ആ പണിക്ക് സഹായികളായി ആ പെട്ടകത്തിൽ കയറി. എന്നാൽ ലോത്തിന്റെ മരുമക്കളോട് ഇപ്പോൾ തന്നെ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അവർക്കത് കളിയായി തോന്നി. നോഹയ്ക്കും നീതിമാൻ എന്നുള്ള പേരുണ്ട്, ലോത്തിനും നീതിമാൻ എന്നുള്ളത്. ഓക്കെ, നമ്മള് മടങ്ങി വരാം 13 അധ്യായത്തിലേക്ക്. അപ്പൊ ലോത്തിന്റെ ജീവിതത്തില് ഒരു കാര്യം സംഭവിക്കുക. അതുവരെ അബ്രഹാമിനോടൊപ്പമായിരുന്നു. ദൈവം ഒത്തിരി സാമ്പത്തികമായി അനുഗ്രഹിച്ച് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിങ്ങനെ കൊണ്ടുവരുന്നു. ഇവർ 2 കൂട്ടരും തമ്മിൽ, ലോത്തും അബ്രഹാം തമ്മിൽ ഒരു വഴക്കമുണ്ടായിട്ടില്ല, പിണക്കമുണ്ടായിട്ടില്ല. പക്ഷെ കന്നുകാലികൾ വർദ്ധിച്ചപ്പോൾ അതിനെ നോക്കുന്ന ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി. അത് പിണക്കാകാതിരിക്കാൻ അബ്രഹാം പറഞ്ഞു, നമുക്ക് സമ്പത്ത് വളരെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഒന്നിച്ചു പാർപ്പാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നമ്മള് സഹോദരങ്ങളല്ലോ, നമ്മൾ പിണങ്ങാൻ പാടില്ല. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് 8-ാം വാക്യം 13:8, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെയില്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കൊള്ളാം. ആ ലോത്ത് എന്ന സിക്ക് റൈച്ചസ് മാൻ ഉളവാനുള്ള കാര്യം, നേരുള്ള ആരോഗ്യമുള്ള ഒരു നീതിമാൻ ഉണ്ടാകാഞ്ഞതിന്റെ കാര്യം, അനാരോഗ്യമുള്ള ഹൃദയത്തിലെപ്പോഴും ദുഃഖവും വേദനയും മാത്രം നിറഞ്ഞ ഒരു നീതിമാനായ ലോത്ത് പിറവിയെടുക്കാനുള്ള കാരണം ഇവിടുത്തെ സെപ്പറേഷനാണ്. അബ്രഹാം അവന്റെ മുമ്പിൽ ദേശം വെച്ചു, എന്നെ വിട്ടുപിരിഞ്ഞാലും, സത്യം ഇവിടെ പറയുന്നത് ലോത്തല്ല, അബ്രഹാമാ പറയുന്നേ, എന്നെ വിട്ടുപിരിഞ്ഞാലും.
നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അതായത് അബ്രഹാം ലോത്തിന്റെ മുമ്പിൽ ദേശം വെച്ചു, തന്റെ മുമ്പിൽ ലോത്തിനെ വെച്ചു, തന്റെ ഹൃദയത്തിൽ ലോത്തിനെ വെച്ചുകൊണ്ട്. അതായത് ഇങ്ങനെ പറയാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട സമയം വന്നു. വസ്തുവിനാണോ പ്രാധാന്യം, വ്യക്തിക്കാണോ? അബ്രഹാം റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുത്തു. എനിക്ക് വസ്തുവിനേക്കാൾ വലുതാണ് വ്യക്തി. അതുകൊണ്ട് തീർന്നില്ല അബ്രഹാമിന്റെ പ്രത്യേകത. വ്യക്തികളാണോ പ്രാധാന്യം, ദൈവമാണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ട വന്നപ്പോൾ അബ്രഹാം വ്യക്തികളെ രണ്ടാമതാക്കി, ദൈവത്തെ ഒന്നാമതാണ്. വസ്തുവും വ്യക്തിയും കൂടെ വരുമ്പോൾ അബ്രഹാം പറയും, എനിക്ക് വസ്തു ഏതുമില്ല, വ്യക്തിയാണ് എന്റെ പ്രാധാന്യം. വ്യക്തിയും മൃദുഭവനവും ചാർച്ചക്കാരാകുന്ന വ്യക്തികളും ദൈവവും കൂടെ വന്നാൽ പറയും, ഇവരെക്കാൾ എല്ലാം വലുതാണ് എനിക്ക് ദൈവം, ഞാൻ ദൈവത്തെ അനുസരിക്കും. അതിനുവേണ്ടി ഞാൻ ആരെയും രണ്ടാമതാക്കും, ആരെയും വിട്ടുപിരിയണേ ഞാൻ വിട്ടുപിരിയും, എവിടെ മാറണേലും ഞാൻ മാറും. കാരണം ദൈവം വിളിക്കുമ്പോൾ എനിക്ക് ബാക്കി എല്ലാ ബന്ധങ്ങളും രണ്ടാമതാണ്. എന്നാൽ വ്യക്തികളെയാണോ ഇവിടെ തെരഞ്ഞെടുക്കേണ്ട, വസ്തുവിനെയാണോ എന്നുള്ള ചോയ്സ് അബ്രഹാം പറയും, എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കും. കാരണം എനിക്ക് ബന്ധങ്ങളെക്കാൾ സ്വന്തങ്ങളെക്കാളും വലുതല്ല വസ്തുവകൾ. ഇതാണ് നാം ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ്. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു സ്വഭാവ വിശേഷതയായത്. നാം ഫോളോ ചെയ്യേണ്ട ഒരു ക്വാളിറ്റി ലൈഫായത്. ഒരു ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട ലൈഫിന്റെ ക്വാളിറ്റിയെ കുറിച്ചായി പറയുന്നേ. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ദ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അത് തന്നെയാ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചേ. അവന്റെ വിളിയുടെയും സ്നേഹത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും മുമ്പിൽ ബാക്കി എല്ലാരും എല്ലാം രണ്ടാമത്. എന്നാൽ കുടുംബ ബന്ധങ്ങളും കുടുംബ സ്വത്തും കൂടെ വന്നാൽ ബന്ധങ്ങൾ ഒന്നാമത്, സ്വത്ത് രണ്ടാമത്. അതിന്റെ അർത്ഥം ദൈവത്താൽ നയിക്കപ്പെടുന്നവൻ യാഗപീഠം ഉണ്ടാക്കി യഹോവയുടെ നാമത്തിൽ ആരാധന കഴിക്കാൻ മാത്രമല്ലായിരുന്നു അബ്രഹാമിന്റെ മനസ്സ്, മറിച്ച് ആ സത്യാരാധന കഴിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സഹോദരനോട് പിണങ്ങല്ലെന്ന് പറയാമായിരുന്നു. ഇന്നത്തെ രീതി എങ്ങനാ? യാഗപീഠം ഉണ്ടാക്കാനും അവന്റെ നാമത്തിൽ ആരാധന കഴിക്കാനും ഭയങ്കര തീഷ്ണതയാ. അതിപ്പോ സഹോദരനെ തള്ളി താഴെ ഇട്ടിട്ട് വന്നാലും അത് സമയത്ത് നടക്കും. പക്ഷെ യേശു പഠിപ്പിച്ചതോ നിന്റെ വഴിപാടുമായി യാഗപീഠത്തിന് മുമ്പിൽ വരുമ്പോൾ നീയും നിന്റെ സഹോദരൻ ഇടറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ സഹോദരനെ നീ ദോഷം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരാധന അവിടെ നിൽക്കട്ടെ, യാഗപീഠത്തിലെ യാഗം അവിടെ നിൽക്കട്ടെ. ആദ്യം പോയി സഹോദരനോട് നിരന്നുകൊള്ളുക. ഇത് യേശുവിന്റെ മനസ്സ്, ആ യേശുവിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി യേശു വെളിപ്പെടുത്തുമ്പോൾ ഇത് പാലിച്ച മനുഷ്യനായിരുന്നു അബ്രഹാം. അതിന്റെ മുകളിൽ നമുക്കറിയാം, നമ്മളിപ്പോ വായിച്ചല്ലോ, അവര് മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ചല്ലോ 13:4 ക്ഷാമ നിമിത്തം മിസ്രൈമിൽ പോയി തിരിച്ചു വന്നു. 3-ാം വാക്യം 13:3 അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദ്യം കൂടാരം ഉണ്ടായിരുന്നു. താൻ ആദ്യം ഉണ്ടാക്കിയ എന്ന് വെച്ചാൽ നേരത്തെ ക്ഷാമത്തിന് മുമ്പേ ഉണ്ടാക്കിയ യാഗപീഠ വിരുദ്ധമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അതിന്റെ അർത്ഥം നമുക്കറിയാം, യാഗം കഴിച്ചു. പാട്ടുപാടി എന്നല്ല, അവിടെ യാഗം, അതായത് അവിടെ രക്തം ചിന്തുക, അവിടെ യാഗം കഴിച്ചു. എന്നിട്ട് ദൈവത്തിന് യാഗം കഴിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ നമ്മളെ കുറിച്ച് ആൾക്കാർ ഒരിക്കലും തെറ്റിദ്ധാരണ വരുത്താൻ ഇടവരല്ലേ? അല്ല, ആൾക്കാർ നമ്മളങ്ങനെ ചെയ്തിട്ടും പറയാൻ ഇടവരല്ലേ. എന്തോന്നറിയോ? അവർക്ക് ആരാധിക്കാൻ ഭയങ്കര തീഷ്ണതയാ. അവർക്ക് നമ്മളത് ഈ ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ അങ്ങനെ പറയുന്നേ, അല്ലെങ്കിൽ അവർക്ക് ചർച്ചിൽ പോകാൻ ഭയങ്കര തീഷ്ണതയാ, അവർക്ക് ഇന്നത് ചെയ്യാൻ ഭയങ്കര തീഷ്ണതയാ, അവര് കർത്താവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ ഭയങ്കര തീഷ്ണതയാ. പക്ഷെ സഹോദരങ്ങളോട് യാതൊരു അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നേ, സഹോദരനെ വെറുതെ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഇത് മാച്ച് ചെയ്യത്തില്ല. അപ്പൊ അബ്രഹാമിന്
യാഗപീഠത്തെ ക്രമീകരിച്ച് യഹോവയുടെ നാമത്തിൽ അവിടെ യാഗമർപ്പിക്കാൻ മാത്രമല്ല അബ്രഹാമിന് തീഷ്ണത, തന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്തിനോട് മാത്രമല്ല അവന്റെ ഇടയന്മാരുമായി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് തനിക്ക് സഹിക്കത്തില്ല. കാരണം തനിക്കറിയാം അത് തന്റെ ആരാധന. അതായത് നാം കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പോലെ ആത്മീയ ഗൃഹത്തിൽ എന്ത് നടക്കണം? ആത്മീയ യാഗം നടക്കണം. അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ യാഗപീഠത്തിൽ യാഗം നടക്കണമെങ്കിൽ അത് അർപ്പിക്കേണ്ടവൻ ഞാനാണെങ്കിൽ എനിക്ക് എന്റെ ബന്ധങ്ങളെ കൂടെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. വലിയ പ്രയാസമാണ്. രണ്ടിലൊന്ന് ചെയ്യാൻ എളുപ്പമാ. അങ്ങനെയാണല്ലോ ആൾക്കാർ ചെയ്യുന്നത്. ഒന്നി ദൈവത്തെ മറന്ന് ദൈവിക ഉപദേശങ്ങളെ മറന്ന് അയ്യോ എല്ലാം എനിക്ക് എന്റെ സഹോദരങ്ങളാ, അയ്യോ എല്ലാം എനിക്ക് എന്റെ രക്തബന്ധമാ, എല്ലാം എനിക്ക് എന്റെ ഭർത്താവാ, എല്ലാം എനിക്ക് എന്റെ ഭാര്യ, അവരില്ല ഞാനില്ല എന്ന് പറഞ്ഞാൽ അവളോട് അങ്ങ് ചത്തി കിടക്കാൻ അറിയാം. വേറൊരു കൂട്ടര് ഈ ബന്ധങ്ങളെ ഒന്നും നിലനിർത്താൻ അറിയത്തില്ല, ക്ഷമിക്കാൻ അറിയത്തില്ല, വിട്ടുകൊടുക്കാൻ അറിയത്തില്ല, അവിടെ പോട്ടെന്ന് വെക്കാൻ അറിയത്തില്ല, ഒന്നുമില്ല. എനിക്ക് ദൈവമാണ് എല്ലാം. എനിക്ക് ദൈവം വഴി ഒരു നന്മയില്ല, എന്റെ ദൈവം എന്നെ നടത്തുന്നത്, ഇവരാരുമല്ല എന്നെ നടത്തുന്നത്, ഇവരാരുമല്ല എനിക്ക് വേണ്ടിയും ചെയ്യുന്നത്. അതായത് രണ്ടിലേതെങ്കിലും ഒരു വശത്തോട്ട് ഏങ്കോണിക്കും, ഇംബാലൻസ്ഡ് ആവും. എന്റെ ദൈവം എന്നൊരു വ്യർത്ഥാഭിമാനം ഉണ്ടാക്കിയെടുക്കല്ലേ. അതായത് സഹോദരങ്ങളെ നിന്ദിക്കാൻ വേണ്ടിയല്ല നാം ദൈവത്തെ സേവിക്കുന്നത്. ആരെന്നെ കരുതിയില്ലേലും ദൈവം കരുതുന്നുള്ള ഒരു വാശി പ്രസ്താവന, ദുരഭിമാനത്തിന്റെ പ്രസ്താവനയ്ക്ക് വേണ്ടി ഉള്ളവനല്ല ദൈവം. അബ്രഹാമിന് അത് പറയാമായിരുന്നു. ലോത്തെ നീ എന്റെ കൂടെ ഉണ്ടേലെന്താ ഇല്ലേലെന്താ, എനിക്ക് എന്റെ ദൈവം ഇപ്പോഴും അങ്ങോട്ട് ആരാധന കഴിച്ചതേ ഉള്ളൂ, ദൈവം പ്രസാദിച്ചതേ ഉള്ളൂ. അതായത് സഹോദരങ്ങളെ നിന്ദിക്കാനുള്ളതല്ല സത്യാരാധന, പിന്നെയോ സഹോദരങ്ങളെ സ്നേഹിച്ച് തള്ളിക്കളയാനുള്ളതുമല്ല സത്യാരാധന. അങ്ങനെ ജീവിക്കണമെങ്കിൽ ആ ക്വാളിറ്റി ലൈഫ് പരിശീലിക്കണം, പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. ദൈവിക കാര്യം വരുമ്പോൾ ഏത് സഹോദരൻ വിളിച്ചാലും സഹോദരി വിളിച്ചാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സ്നേഹത്തോടെ ഇന്ന് വരാൻ കഴിയത്തില്ല, ക്ഷമിക്കണം. ഇന്ന് ആത്മീയ യാഗം കഴിക്കേണ്ടതാണ്, ഇന്ന് കർത്താവിന് കൊടുക്കേണ്ടതാണ്, അവനോടൊപ്പം വിശ്രമിക്കേണ്ടതാണ്, അവന് സമയം ചെലവഴിക്കേണ്ടതാണ്, ഇത് അവന്റെ സഭയ്ക്കുള്ള കൂട്ടായ്മയുടെ ദിവസമാണ് എന്ന് പറയാനുള്ള പ്രയോറിറ്റി സെറ്റ് ചെയ്യണം, മുൻഗണന പരിശീലിക്കണം. അതേ സമയത്ത് തന്നെ അങ്ങനെ ആത്മീയാഗം കഴിക്കുന്നവർ, ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ടവർ, എല്ലാറ്റിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നവർ ആ ജീവിതം നയിക്കുമ്പോൾ ദൈവം ഒരു പരിശോധനയും കൂടെ നടത്തും. വസ്തുക്കളെയും വ്യക്തികളെ നമ്മൾ മുമ്പിൽ കൊണ്ടുവെക്കും. നാം ആർക്കു പ്രാധാന്യം കൊടുക്കും? അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നു, എല്ലാറ്റിനേക്കാൾ അധികം, പ്രതിഭവനത്തെക്കാൾ അധികം, ചാർച്ചക്കാരേക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ച മനുഷ്യന്റെ മുമ്പിൽ വസ്തുവും വ്യക്തികളും കൂടെ വന്നു. അബ്രഹാം തീരുമാനമെടുത്തു, ഞാൻ തെരഞ്ഞെടുത്തിട്ട് ലോത്തിന് കൊടുക്കുകയല്ല, ലോത്തിന്റെ മുമ്പിൽ ഞാൻ ദേശം വെക്കുന്നു, എന്റെ ഹൃദയത്തിൽ ആ ബന്ധത്തെ ഞാൻ സൂക്ഷിക്കുന്നു. ലോത്തിന്റെ മുമ്പിൽ അബ്രഹാം പറഞ്ഞു, നിന്റെ മുൻപിൽ എന്തിരിക്കുകയാണ്? ദേശം നിന്റെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ മുമ്പായി ഇല്ലയോ എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടെങ്കിൽ. ഇങ്ങനെ പറയുന്ന സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ക്വാളിറ്റി ലൈഫിലാ, സ്റ്റാൻഡേർഡ് ഉള്ള ലൈഫാണ്, ഹയർ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ദൈവത്തിന് ആരാധന കഴിക്കുന്ന, ദൈവത്തിനും യാഗപീഠം ഉണ്ടാക്കി യാഗം കഴിക്കുന്ന, സർവശക്തനായ അദൃശ്യനായ ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിത മൂല്യമായി പറയുന്നത്. കോൺഫ്ലിക്റ്റിന് ഞാൻ ഇടമൊരുക്കത്തില്ല. കാരണം എനിക്കറിയാം, ഞാൻ അങ്ങനെ നീ ആദ്യം തിരിഞ്ഞോ, നീ വലത്തോട്ട് തിരിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ വന്നൊന്നും ചെയ്യത്തില്ല, ഞാൻ ഇടത്തോട്ട് പൊക്കോളാം. നീ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. കാരണം എനിക്ക് നിന്നെ വേണം. അത് വേണമെന്നുള്ളതും അബ്രഹാം ലോത്തിനെ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളതും തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ലോത്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞിരുന്നോ? അതറിയണമെങ്കിൽ അടുത്ത അധ്യായങ്ങളിലേക്ക് നടന്നു പോകണം. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞതറിയാമോ?
ബന്ധം വിട്ടുപിരിയാൻ വേണ്ടിയല്ല, ബന്ധത്തിന് ഉലച്ചിലുണ്ടാകാതിരിക്കാൻ എടുത്ത റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് ടൈം. അല്ലെങ്കിൽ പിന്നെ അബ്രഹാം തെറ്റുകാരനെ ഇവിടെ. കാരണം അബ്രഹാം പറഞ്ഞ എന്നെ വിട്ട് പിരിഞ്ഞാലും. പക്ഷെ അബ്രഹാം പിരിഞ്ഞിട്ടില്ലായിരുന്നു ലോത്തിന്. അപ്പോൾ ലോത്തിന്റെ ഇനിയാണ് അടുത്തത് 13-ന്റെ 10ഉം 11ഉം വായിക്കുമ്പോ നമ്മൾ പറഞ്ഞില്ലേ, പറയാനിരുന്നു, ഞാൻ ഇത് പ്രതീക്ഷിച്ച് നീ ഒന്ന് പറയാനിരുന്നു, ഞാൻ ചാടിയെടുക്കാന്നുള്ള ലോത്തിന്റെ മനോഭാവം വെളിപ്പെടുന്നുണ്ട്. അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തും ലോത്തിന്റെ ഹൃദയത്തിൽ വസ്തുവുമായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ വെറുതെ ലോത്തിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അടുത്ത വരി വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ലോട്ട്, അതായത് ലോത്തിന് ഇംഗ്ലീഷ് ലോട്ട്ന. ലോട്ട് ടുക്ക് എ ലോങ് ലുക്ക്. അപ്പൊ കാണാൻ പറ്റും ലോത്തിന്റെ ദീർഘവീക്ഷണം. He took a long look. The fertile plains of the Jordan Valley, യോർദാന്റെ നീരോട്ടമുള്ള പ്രദേശത്തേക്ക് ലോത്തിന്റെ കണ്ണങ്ങ് അങ്ങ് ദൂരേക്ക് അങ്ങേയറ്റത്തുവരെ ദീർഘമായി വീക്ഷിക്കാൻ പറ്റി. നീ എന്താ ഇത് പറയാൻ താമസമുള്ള മട്ടിലാണ് ലോത്ത്. എ റൈച്ചസ് മാൻ, എ സിക്ക് റൈച്ചസ് മാൻ. എങ്ങനെ സിക്കായെന്നുള്ള ഈ ദൈവനെ കേൾക്കുമ്പോൾ ഓർത്തോണം, ദൈവമക്കളാണെന്നുള്ള അവകാശം കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കത്തില്ല നേരായി. നമ്മൾ സിക്കാണോ എന്ന് നമ്മളെ പരിശോധിച്ചോണം. നമ്മുടെ എന്താ പറഞ്ഞ ഒരു ഹെൽത്ത് ഇവാലുവേഷൻ, സ്പിരിച്വൽ ഹെൽത്ത് ഇവാലുവേഷൻ കൂടെ നടത്താനാ നമ്മൾ ഈ ദൈവനെ ചിന്തിക്കുന്നത്. നമ്മളൊരു സിക്ക് റൈച്ചസ് പീപ്പിൾ ആണോ, സിക്കാണോ? നമ്മുടെ മനസ്സിൽ ഭയങ്കര എനിക്കാണെ ഭയങ്കര സങ്കടം, അവർ നശിക്കുന്നു, ഇവര് നശിക്കുന്നു. അയ്യോ, നീ സങ്കടപ്പെട്ടാ നീ തന്നെ തിരഞ്ഞെടുത്തോടെ പോയതാ. നീ പലതിലും നിന്റെ സങ്കടങ്ങളൊക്കെ കൊള്ളാം, മനുഷ്യനെ കേൾക്കുമ്പോ അത് കൊള്ളാനായിട്ട് തോന്നും. പക്ഷെ നീ തന്നെ വരുത്തി വെച്ചതാ ഇത്. കാരണം അബ്രഹാമിന് അവസരം ഉണ്ടായിരുന്ന പോലെ തന്നെ നിനക്കും ഒരവസരം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്. കാരണം ഈ ഇത് പറഞ്ഞത് ലോത്ത് എങ്ങോട്ട് നോക്കിയാന്നറിയാമോ? 10-ാം വാക്യം. അപ്പോൾ ലോത്ത് നമ്മുടെ നോക്കിന ദൂരം ഇങ്ങനെ നോക്കി കാണത്തില്ല. നമുക്കറിയാലോ, ഒരു ദേശം കാണാൻ ഒരു ഹ്രസ്വ ദൃഷ്ടിയിൽ കാണാൻ പറ്റത്തില്ല. ദൂരേക്ക് നോക്കി ഒരു വളരെ ദീർഘമായ ദൂരത്തിൽ നോക്കി. എന്നിട്ട് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും കണ്ടെന്നല്ല നീരോട്ടമുള്ളതെന്ന്. എന്താ അങ്ങനെ പറയാൻ കാര്യം? നീരോട്ടമുള്ള, അതായത് ഫലപുഷ്ടമായ ഫർട്ടൈലായ ഒരു ലാൻഡ്, വെള്ളം കിട്ടുന്ന വെള്ളമുള്ള ഒരു ലാൻഡ്. തോറ്റ നോട്ടത്തിൽ Lot took a long look at the fertile plains of the Jordan Valley. The whole area was well watered everywhere, like the garden of the Lord, the beautiful land of Egypt. കണ്ണിൽ, അതായത് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നീരോട്ടമുള്ളത്, ഏറ്റവും ഫലഭൂഷ്ടമായത്, ഏറ്റവും അധികം ആടുകൾക്ക് മേയുവാനും അതെ കുടിക്കുവാനും വെള്ളമുള്ളിടം, അതെ കൃഷിക്ക് പറ്റിയിടം, താമസിക്കാൻ പറ്റിയിടം തന്റെ കണ്ണുകൊണ്ട് ലോത്ത് തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ദൈവനെ കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയണം. നാം കണ്ണുകൊണ്ട് എത്ര ദീർഘദൂരം നോക്കി കണ്ട് തെരഞ്ഞെടുത്താലും അതിന്റെ അന്ത്യം കൂടെ ആദ്യത്തിൽ കാണുന്നവനാ ദൈവം. നാം പല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ആ കാഴ്ചയുടെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാ സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഒരു പെർമിസീവ് വില്ലിലേക്ക് പോകാതെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹിതത്തിലേക്ക് പോകാതെ, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി ഓരോ ഭക്തനോടും ദൈവം കാത്തിരിക്കാൻ പറയുന്നതും ദൈവിക ഹിതത്തിന് വിധേയപ്പെടാനും പറയുന്നത് എന്തിനാണെന്നറിയാമോ? തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ അനുഭവം ഒത്തിരി നല്ലതായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മിടുക്കൻ ലോത്താണ്. അബ്രഹാം ഒരു ഭോഷനായി പോയി അവിടെ. കാരണം ലോത്തിന് ഒരു ചോയ്സ് കൊടുത്തപ്പോൾ താൻ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ തനിക്കായി തന്നെ ജീവിക്കുന്ന മനുഷ്യൻ അവിടെ പുറത്തു വന്നു. തനിക്കായി തന്നെ ജീവിക്കുവാൻ കൊതിച്ച ലോത്ത് അവിടെ പുറത്തു വരുമ്പോൾ തനിക്കായി തന്നെ തന്റെ സഹോദരങ്ങൾ കൂടെ ജീവിക്കുന്നല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും സഹോദരങ്ങളെ ഹൃദയത്തിൽ വഹിക്കുകയും അവർ കൂടെ അതെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു അബ്രഹാം പുറത്തു വന്നപ്പോൾ തനിക്കായി മാത്രം ജീവിക്കുന്ന ഒരു ലോത്ത് പുറത്തു വന്നു. വലഞ്ഞുപോയ നീതിമാൻ, എ സിക്ക് റൈച്ചസ് മാൻ. അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചു. നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. 13:13 എന്നിട്ട് നല്ല രസമുണ്ട്. അത് വായിച്ചപ്പോ നല്ലതാണ്, എന്താ കുഴപ്പമൊന്നുമില്ല. അതിന് പിന്നെ നീരോട്ടമുള്ള അല്ലാതെ പിന്നെ വെള്ളമില്ലാത്ത തെരഞ്ഞെടുക്കണോ? ന്യായമായ ചോദ്യം വരാം. ആ ചാൻസ് കൊടുത്തിട്ടല്ലേ തെരഞ്ഞെടുത്തു. ഇങ്ങനെ 11 ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ. അപ്പം സോദോം ഗൊമോറയാണല്ലോ നമ്മള് പത്രോസ് ലേഖനത്തിൽ നിന്ന് വായിച്ചേ. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. നമ്മളെ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടില്ലേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നേ? അതിരുകളെ വിശാലമാക്കണേ. വിശാലമാക്കുമ്പോ ഓർത്തോണം, ആക്കി ഇത് എങ്ങോട്ടാ നീക്കുന്നൂടെ ഇടയ്ക്ക് ചിന്തിച്ചോണം. അതിരുകളെ വിസ്താരമാക്കണേ. ലോത്തിന്റെ അതിരുകൾ അങ്ങനെ വിസ്താരമായി, ഒരു തടസ്സവും കൂടാതെ. അബ്രഹാം കുഴിച്ച കിണറുകൾക്കൊക്കെ പിൽക്കാലത്ത് അവകാശികൾ വന്നു, കിണർ കൊടുത്തു, ഇസ്ഹാക്കിന് പ്രശ്നം ഉണ്ടാകുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലോത്ത് കൂടാതെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ലോത്ത് നീക്കി അടിച്ചു. എന്നിട്ട് എവിടെ എത്തിയെന്ന് കേട്ടോണേ? അവിടെയാണ് 13-ാം വാക്യം. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, an extremely fertile land. വളരെ അധികമായ ഫലപുഷ്ടമായ മണ്ണ്, സ്ഥലം, ദേശം കിട്ടി. വിത്ത് an extremely wicked generation. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്റെ ഭാഷയൊന്നും അല്ല, അത്ര ഭാഷ എഴുതാനൊന്നും ആളായില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ലോർഡ് ഷോസ് അവൻ തെരഞ്ഞെടുത്തു an extremely fertile land. നമ്മൾ പറഞ്ഞ ലോട്ടറി അടിച്ച് ഈ സ്ഥലം നിങ്ങൾക്ക് കിട്ടിയോ, ലോട്ടറി അടിച്ചു, അത് കിട്ടിയോ, ഇത് കിട്ടിയോ, അത് ഭയങ്കര സംഭവം, ഇത് ഭയങ്കര സംഭവം. യെസ്, നമ്മുടെ ലോത്തിൽ ലോട്ടറി അടിച്ചു. He got an extremely fertile land. പക്ഷേ 13-ാം വാക്യം എത്തുമ്പോ 13 എത്തുമ്പോൾ നീക്കി അടിച്ച് ലോത്തിന്റെ കൂടാരം ഇപ്പൊ എവിടെ എത്തി? എക്സ്ട്രീംലി വിക്കഡായ മഹാപാപികൾ, മഹാദുഷ്ടന്മാരായവരുടെ സ്ഥലത്തെക്കാളുടെ അതിരങ്ങ് വിസ്താരമായി. ഇന്ന് പലരും ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിലുമാണ്. പലരും ദൈവമക്കളെടുത്ത ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ഇറങ്ങിത്തിരിച്ചവരും
അതിനുശേഷം ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ വസ്തുക്കളെക്കാൾ അധികം വ്യക്തികളെ, സഹോദരങ്ങളെ സ്നേഹിച്ച് ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പലരെയും ഇവിടെ പോഷരായിട്ട് എണ്ണുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലെ വാല്യൂ ഒന്ന് ഓർത്തോണം. കാരണം ലോത്തിനെ തടയാൻ അവിടെ ദൈവം ചെന്നില്ല. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട് 13 സിക്ക് റൈച്ചസ് മാൻ. ആ സിക്നെസ് ചോദിച്ചു മേടിച്ചു പോന്ന പോലെ അങ്ങോട്ട് പോവോ. താൻ ഓർത്തു ഫർട്ടൈൽ ലാൻഡിലേക്ക്, ഫലഭൂഷ്ടമായ നീരോട്ടമുള്ള സ്ഥലം. എങ്ങനെ ലോത്തിനെ സിക്കാക്കും? ലോത്തിനെ വലച്ചത്, സിക്കാക്കിയത് ദേശമല്ല, ദേശനിവാസികളാണ്. അതെന്തുകൊണ്ടാ സംഭവിച്ചേ? ലോത്ത് നിമിഷ നേരം കൊണ്ട് തന്റെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. തന്റെ ദീർഘവീക്ഷണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദൈവത്തിന്റെ പദ്ധതി നോക്കി കാണാനല്ല, ദേശത്തിന്റെ പുഷ്ടിക്കായി ആ കണ്ണുകൾ പരതി. ആ ബുദ്ധി ഉപയോഗിച്ചു. ഇന്ന് രാത്രി കേട്ടോണം, അതിബുദ്ധിമാന്മാരൊക്കെ ഭക്തന്മാരാണെന്നും നീതിമാന്മാരാണെന്നും ഒക്കെ കരുതി ദീർഘവീക്ഷണം മുഴുവനും ഈ ഭൂമിയിലെ അതിന് വിസ്താരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അറിയുന്നില്ല ചെന്നുപെടുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഒത്തിരി വൈകിപ്പോ, പിന്നെ മടങ്ങി വരെ ഉണ്ടാകത്തില്ല. പക്ഷെ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 13 ദൈവം സംസാരിക്കുന്ന കേട്ടോണേ. ലോത്ത് തിരിയുന്ന ഉടനെ ലോത്ത് വിട്ടുപിരിഞ്ഞ് കഴിയുന്ന ഉടനെ എത്രാം വാക്യം? 14. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചു കേട്ടോ. ഇത് വായിച്ചപ്പം ലോത്ത് തന്നെത്താൻ തല പൊക്കി നോക്കി ഫലഭൂഷ്ടമായി തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയാ, നീ ഒന്ന് തല പൊക്ക്. അബ്രഹാം അപ്പോഴും നോക്കുന്നില്ല ദേശം. അബ്രഹാം അന്നും കേറുന്നില്ല ഹൃദയത്തിലോട്ട്. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറയാ, നിന്റെ സഹോദരന്റെ തല നോക്കി. ആരും പറഞ്ഞില്ല, നീ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. തന്നെത്താൻ നോക്കി തെരഞ്ഞെടുത്ത ആള് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ തലയൊന്ന് പോക്കണം. അബ്രഹാമിന്റെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അവനെ അനുഗ്രഹിക്കുന്ന അനേക കാര്യങ്ങൾ ഞാൻ 12 വായിച്ചല്ലോ തുടക്കത്തിൽ. വലിയ ജാതിയാക്കും, അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, ഇത് തരും, അത് തരും. ഈ കൊടുക്കുന്ന കാര്യത്തിലൊന്നും അബ്രഹാമിന്റെ മനസ്സുടക്കുന്നില്ല, ദൈവത്തിൽ തന്നെ മനസ്സുടക്കുന്നു. ആ ദൈവമായ അറിയാൻ വേണ്ടി തന്നെയാണ് കർത്താവ് ഇത് പറയുന്നതും. ഒരു മനുഷ്യന് ഒരു ദേശം വാഗ്ദാനം ചെയ്ത് സന്തതിയെ വാഗ്ദാനം ചെയ്ത് നടത്തുമ്പോൾ ദൈവം ആഗ്രഹിച്ചു, ഇവൻ ദേശത്തെക്കാൾ അധികം സന്തതിയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുമോ ഇല്ലയോ, ഞാൻ തന്നെ ആയിരിക്കുമോ അവന്റെ പരിച പ്രതിഫലമെന്ന് അറിയുവാൻ ദൈവം മനഃപൂർവ്വമായി സമയാസമയങ്ങളിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ എത്ര പറഞ്ഞിട്ടും അബ്രഹാമിന് അത് വലിയ യേശുന്നില്ല. ലോത്ത് ഇവിടെ തെരഞ്ഞെടുത്ത് ആള് പോക്കാൻ തുടങ്ങി, വിട്ടുപിരിഞ്ഞു. അപ്പോഴും അബ്രഹാം തല വെക്കുന്നില്ല. ലോത്ത് സ്വയം നോക്കി. So Lot loved possessions more than person. വ്യക്തിയെക്കാൾ അധികം ലോത്ത് വസ്തുക്കളെ സ്നേഹിച്ചപ്പോൾ അബ്രഹാം loved person more than possessions. Lot himself looked for the fertile land. അതിന്റെ എത്ര ദീർഘവീക്ഷണവും അവനുണ്ടായിരുന്നു. പക്ഷെ ആ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നമ്മളിപ്പോ വായിച്ച വാക്യം 13:14, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒന്ന് നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം. കാരണം അവരവിടെ അവിടെ ഇരിക്കുക, നോക്കുന്നുമില്ല, സഞ്ചരിക്കുന്നു ഇല്ല, സഞ്ചരിക്കാം, ഞാനത് നിനക്ക് തരും. ഒരാൾ എടുത്തോണ്ട് പോയി,
നടന്നു കഴിഞ്ഞു. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടാരം ഒന്ന് നീക്കി. എബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ വന്ന് ആദ്യം ചെയ്യുന്ന യഹോവയ്ക്കൊരു, ലോത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. വലഞ്ഞുപോയ നീതിമാനായ ലോത്തിന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും കാണുന്നില്ല. ദൈവത്തിനൊരു യാഗപീഠം പണിയുന്നതും കാണുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുക. തന്റെ ഉള്ളിൽ നീതിയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്, തന്റെ മനസ്സിലുണ്ട്. പക്ഷെ തന്റെ തലമുറയ്ക്ക് അത് കൈമാറാൻ കാരണം എന്തുവാ? താൻ ദൈവവുമായി സഞ്ചരിക്കുന്ന തന്റെ തലമുറ കണ്ടിട്ടില്ല. തന്റെ തലമുറ കണ്ട എന്താണെന്നറിയാമോ? ദൈവവുമായി സഞ്ചരിക്കുന്നവനെ വിട്ടുപിരിഞ്ഞ് നീരോട്ടമുള്ള ദേശത്തേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന അപ്പനെയാണ് പെമ്മക്കളും ഭാര്യയും കൂടെയുള്ളവരും കണ്ടത്. പക്ഷെ തന്റെ ഉള്ളിനെ കുറിച്ച് പത്രോസ് പറയുന്ന നീതിമാനാ, കാരണം അവന്റെ ഉള്ളിൽ അധർമ്മം കാണുമ്പോൾ വേദനയുണ്ട്. പക്ഷേ അബ്രഹാം എന്ത് ചെയ്യുകയാണ്? തല പൊക്കി നോക്കാൻ ദൈവം നിർബന്ധിക്കുന്നു. നെടുകയും കുറേ നടക്കാൻ പറയുന്നു. ഞാൻ നിനക്ക് ഇതൊക്കെ വീണ്ടും ദേശത്തെ സന്തതിയെ കുറിച്ച് പറയുന്നു. എന്നിട്ട് നിങ്ങൾ കേട്ടോ, വായിച്ചല്ലോ. ഇതെല്ലാം പറഞ്ഞിട്ട് അബ്രഹാമിന്റെ റെസ്പോൺസ് കണ്ടോ? ദേശത്തെ കുറിച്ച് പറഞ്ഞു, മക്കളെ കുറിച്ച് പറഞ്ഞു, ഭൂമിയിലെ പൊടി പോലാക്കും വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു. എന്നിട്ട് 13:18 എത്തുമ്പം എന്തോ അബ്രഹാമിന്റെ റെസ്പോൺസ്? അബ്രഹാം കൂടാരം നീക്കി എബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. എന്നിട്ട് ആധാരം എഴുതാൻ പോയോ? ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോയോ? കുറച്ചുകൂടെ ടെൻഷൻ അടിച്ചു. എന്നാലും അന്നേരം അങ്ങനെ പറയണ്ടായിരുന്നു. അന്നേരത്തെ ഒരു ആവേശത്തിൽ ലോത്തിനോട് പറഞ്ഞ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഈ യോർദാൻ വാലി തന്നെ തെരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? പറഞ്ഞും പോയി. ആണോ? ആ മനുഷ്യനെ നോക്കിയേ. അപ്പോൾ യഹോവയ്ക്കൊരു യാഗം. ദൈവത്തിനു വേണ്ടി തന്നെ കൊടുക്കുവാൻ തയ്യാറുള്ള മനുഷ്യന് ദൈവം എന്തു കൊടുക്കുമെന്ന് പറഞ്ഞാലും അതിലുടക്കുന്നില്ല ഹൃദയം. ദൈവത്തിനു വേണ്ടി തന്നെ കൊടുക്കുന്ന മനസ്സുള്ളവനെ ദൈവം എന്ത് ചെയ്തു? വാർത്തെടുത്തോണ്ടായിരുന്നു. എങ്ങനെ? ഭൗതിക വിഷയങ്ങളുടെ നടുവിൽ, അതെ, ഈ മെറ്റീരിയലായ കാര്യങ്ങളുടെ ഒക്കെ നടുവിൽ, ആടുമാടുകളുടെ നടുവിൽ, ധനത്തിന്റെ നടുവിൽ, പൊന്നിന്റെ വെള്ളിയുടെ നടുവിൽ, സമ്പത്തിന്റെ നടുവിൽ, സമ്പത്തിനെ യജമാനനാക്കാതെ ദൈവത്തെ യജമാനനാക്കുന്ന ഒരു ഭക്തൻ വാർത്തെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. പൊന്നിന്റെ നിറത്തിൽ അബ്രഹാമിന്റെ കണ്ണ് മഞ്ഞളിച്ചില്ല, വെള്ളിയിൽ മഞ്ഞളിച്ചില്ല, സമ്പത്തിൽ മഞ്ഞളിച്ചില്ല, ആടുമാടുകളിൽ കണ്ണ് പതറിയില്ല. അതിന്റെ നടുവിൽ ദൈവത്തെ സേവിക്കാൻ തക്കവണ്ണം ഹൃദയം, അതായത് he was not a sick righteous man, he was a healthy righteous man. Because എന്താ കാര്യം അറിയോ? അവന് ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ അറിയാം. സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാൻ അറിയാം. വസ്തുക്കളെക്കാൾ അധികം സഹോദരങ്ങളെ സ്നേഹിപ്പാൻ, വ്യക്തികളെ സ്നേഹിപ്പാൻ, വ്യക്തികളും ദൈവം കൂടെ വരുമ്പോൾ വ്യക്തികൾ സഹോദരങ്ങളെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കും. ഞാൻ എന്റെ മെസ്സേജിലേക്ക് വന്നില്ല, എന്നാലും എന്തെങ്കിലും പറഞ്ഞു വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വിട്ടുപിരിഞ്ഞ കാര്യം പറഞ്ഞപ്പോ ഒരു റോങ് ഡിസിഷൻ എടുത്തെന്ന് പറയാൻ കാര്യം, ബന്ധങ്ങൾക്ക് വാല്യൂ ലോത്ത് കൊടുത്തിരുന്നെങ്കിൽ അബ്രഹാമിന്റെ ദൈവത്തിനും ലോത്തിന്റെ ഹൃദയത്തിൽ കൊടുക്കേണ്ട സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ലോത്ത് ലോങ് ലുക്കിന് പോകത്തില്ല. നേരെ എങ്ങോട്ട് തിരിയുമെന്നറിയാമോ? അബ്രഹാമിലേക്ക് തിരിയും. അത് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. കാരണം ലോത്തിന് ശപിക്കപ്പെട്ട സന്തതി ഉണ്ടായ 2 ജാതിയാണ്, അമ്മോന്യരും മോവാബ്യരും. അതിലെ മോവാബ്യ സന്തതി സ്ത്രീയാണ്, പിൻകാല തലമുറയാണ് രൂത്ത്. ഇതേപോലെ നമുക്ക് രൂത്തിന്റെ പുസ്തകം ജസ്റ്റ് ഒന്ന് വായിക്കാം. അങ്ങനെ ലോത്ത് അങ്ങനെ പറയാഞ്ഞാൽ തെറ്റുണ്ടോ, പറയാമായിരുന്നോ എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ആണെങ്കിൽ നോക്കിയ രൂത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത് എവിടാന്നുള്ളത്. എനിക്ക് എന്താ പറയണേ, നവമിയെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ അമ്മായിമ്മയെ ഭയങ്കര ഇഷ്ടമാ, അമ്മായിമ്മയുടെ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാ. പക്ഷേ എന്റെ ഉള്ളിലുണ്ട്
എന്ന് പറഞ്ഞ ഓർപ്പ പോയ പോലെ രൂത്ത് പോകാൻ നവോമി പറയാഞ്ഞിട്ടല്ല. അതായത് ലോത്തിന്റെ കൊച്ചുമകളാ, ലോത്തിന്റെ മകളുടെ ഒരു മകൾക്കുണ്ടായ മകൻ മോവാബ്. അവരുടെ സന്തതി പരമ്പരയിലുള്ള ശപിക്കപ്പെട്ട ജാതിയിലുള്ള, ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ അനുവാദമില്ലാത്ത ജാതി എന്നുള്ള മോവാബ്യ സ്ത്രീയായ രൂത്തിന്റെ അടുത്ത് നവോമി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരുവൾ യാത്രയാകുമ്പോൾ അടുത്തവളോട് പറയുകയാണ്, പൊക്കോളാൻ പറയുമ്പോൾ ചുംബിച്ചവർ ഉച്ചത്തിൽ കരഞ്ഞു. 1-ാം അധ്യായം 10-ാം വാക്യം അവളോട് ഞങ്ങൾ നിന്നോട് നിന്റെ ജനത്തിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നവോമി പറഞ്ഞത്, നിങ്ങൾ മടങ്ങിപ്പോക്കുള്ളിന്, എന്തിന് എന്നോടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ മടങ്ങിപ്പൊക്കൊള്ളിൻ എന്ന് പറഞ്ഞ് അതെ അവരെ നിരുത്സാഹപ്പെടുത്തി. അതെ, അങ്ങനെ ഓർപ്പ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് രൂത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് രൂത്ത് എന്തു പറയുകയാണ്? രൂത്ത് അവളോട് പറയുകയാണ്, അങ്ങനെ 14-ാം വാക്യം, ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. ലോത്ത് ഉറപ്പായിട്ടില്ല അബ്രഹാമിനെ ചുംബിച്ച് പിരിഞ്ഞ്. എനിക്ക് ആഗ്രഹമില്ല, എന്നാലും ഞാൻ പോവാ. കാരണം നീ പറഞ്ഞല്ലോ വിട്ടു പിരിഞ്ഞോളാൻ, നീ പറഞ്ഞല്ലോ സ്വത്തൊക്കെ നമുക്ക് ഒന്നിച്ചിനി മാനേജ് ചെയ്യാൻ പ്രയാസം, ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാവുമല്ലോ. സ്നേഹത്തോടെ പിരിയുകയാണ് ലോത്തും ഓർപ്പയും അതുപോലെ പിരിഞ്ഞു. എന്നിട്ട് അടുത്ത് രൂത്തോ 1:15, രൂത്തോ അവളോട് പറ്റി നിന്നു. രണ്ടുപേരോട് പറഞ്ഞു, പൊക്കോ, എന്റെ കൂടെ നിൽക്കേണ്ട, നിന്നിട്ട് കാര്യമില്ല, എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സഹായിപ്പാൻ കഴിയത്തില്ല, പ്ലീസ് ലീവ് മീ, എന്നെ വിട്ട് പൊക്കോ എന്ന് നവോമി തീർത്തു പറഞ്ഞു. രൂത്തോ അവളോട് നവോമിയോട് പറ്റി നിന്നു. അപ്പോൾ നവോമി പറയുക, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെ തന്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊക്കൊള്ള എന്ന് പറഞ്ഞു. 16-ാം വാക്യം രൂത്തിന്റെ ഭാവി തിരുത്തി കുറിക്കുന്ന, രൂത്തിന്റെ ഡെസ്റ്റിനി മാറ്റിമറിക്കുന്ന, രൂത്തിന്റെ കയ്പിനെ മധുരമാക്കുന്ന, ജീവിതത്തിന്റെ സകല ദിശയെ തിരിച്ചു മറിക്കുന്ന ഒരു റൈറ്റ് ഡിസിഷൻ, ഒരു റൈറ്റ് ടൈമിൽ, ഒരു പിക്ചർ മൊമെന്റിൽ, കൈപ്പേറിയ നിമിഷത്തിൽ ഏറ്റവും ജീവിതത്തെ മധുരമാക്കുന്ന ഒരു തീരുമാനം. ലോത്തിന്റെ സന്തതി പരമ്പരയായി ശപിക്കപ്പെട്ട ജനത്തിൽ നിന്ന് രൂത്ത് എടുത്ത തീരുമാനം യേശുവിന്റെ വംശാവലിയിലേക്ക് അവളെ ഉടക്കി നിർത്തുവാൻ കാരണമായി. ഞാൻ ചിന്തിച്ചു വെച്ചേക്കുന്ന എന്തോ പ്രിയപ്പെട്ടവരെ, അതിപ്പോ അങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിച്ചു, അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി, പിന്നെ ഞങ്ങളല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു? പക്ഷെ രൂത്തിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ, പക്ഷെ രൂത്തിന്റെ പോലെ തീരുമാനം എടുക്കേണ്ടത് വരുമ്പോ ലോജിക്ക് വർക്ക് ചെയ്യും. ഓർപ്പ പോയ പോലെ പൊക്കോ എന്ന് ആരുടെ കൂടെ പോണോ ആളെ നിരുത്സാഹപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും? കാരണം അറിയാത്തൊരു നാട്ടിലേക്കാണ് നവോമി പോകാൻ. നവോമിയുടെ നാട് അദ്ദേഹത്തില്, രൂത്തിനാ നാട് അറിയത്തില്ല. തന്നെയല്ല, രൂത്തിന് ഇവിടെ പ്രവേശനം പോലും ഇല്ല. നവോമിയുടെ മകൾ ഒരു മോവാബ്യ മരുമകളാണെന്ന് അറിഞ്ഞ അവിടെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നവോമിയെ തന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നവോമി ഇങ്ങനെ പോയത് കൊണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതിൻ്റെ കൂടെ കൊണ്ടുവന്നേക്കുന്ന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇതാണ് ഇന്ന് രാത്രി ചിന്തിച്ച് നിർത്താം. വീണ്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സമയം ഇവിടെ അവസാനിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു നിർത്താം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കയ്പിലും ജീവിതം എത്ര താളടിയാകുന്നു, ഇനിയും അടുത്ത ചുവട് വെക്കുവാൻ ഇടമില്ല. ഞാനും മരണവും തമ്മിൽ ഇനി ഒരു അടിയകലം മാത്രമേ ഉള്ളെന്ന് ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ നിന്റെ അപ്പനായ ശൗലിന്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളത് ദാവീദ് യോനാഥനോട് പറഞ്ഞ പോലെ, ജീവിത സാഹചര്യം വന്നാലും തീരുമാനം വയസ്സായിട്ട് എടുത്തോണം. കാരണം ദൈവത്തിന് അറിയണം നിന്റെ തീരുമാനം നീ എങ്ങനെ. അവിടെയാണ് തിരിച്ചറിയുന്നത്, നിന്റെ ഹൃദയത്തിലാണോ ദൈവം വായിലാണോ? ലോത്തിന്റെ വായിൽ യഹോവ ഉണ്ടായിരുന്നു, ഹൃദയത്തിലില്ലായിരുന്നു. ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്തെന്നറിയാവോ? അധർമ്മം കാണുമ്പോൾ ദുഃഖിക്കുന്ന ഒരു നീതിയുള്ള സ്വഭാവം. ലോത്തിന്റെ കൊച്ചുമകളായ രൂത്ത് പറയാണ്, 16-ാം വാക്യം, അത് വായിച്ച് നമുക്ക് നിർത്താം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും.
നിന്റെ ജനം എന്റെ ജനം. ഇനിയും അവിടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രസ്താവന, നിന്റെ ദൈവം എന്റെ ദൈവം. ഈ ഒരു വാക്കു പറയാൻ ലോത്തിന് കഴിയാതെ പോയത് കൊണ്ട് നഷ്ടത്തിൽ പറഞ്ഞ തീരാത്ത ലോസാണ് അനുഭവിക്കേണ്ട വന്നത്. ദൂരേക്ക് നോക്കി ദീർഘദൃഷ്ടിയോടെ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ കണ്ണുയർത്തി നോക്കിയ നേരത്ത് അബ്രഹാമിലേക്ക് നോക്കി പറയുകയാണ്, നിന്നെ വിട്ടുപിരിയാൻ മാത്രം എന്നോട് പറയരുത്. കാരണം ഞാൻ വിഗ്രഹങ്ങളെ സേവിക്കുന്നിടത്തുനിന്ന് നാം ഇറങ്ങിത്തിരിച്ചത് വിട്ടുപിരിയാൻ വേണ്ടിയല്ല. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോത്തിന്റെ അവസ്ഥ മാറി പറഞ്ഞു. ലോത്ത് എവിടെത്തത്തില്ല? സൊദോമിലെത്തത്തില്ല. ലോത്ത് വലഞ്ഞുപോയ നീതിമാൻ ആകത്തില്ല. എന്നാൽ ലോത്തിന് പറയാൻ കഴിയാത്ത എന്റെ കൊച്ചുമകൾക്ക്, തന്റെ സന്തതി പരമ്പരയിലെ ഒരു തലമുറയിലെ ഒരു മകൾ പറയുകയാണ്, തന്നെ സഹായിപ്പാൻ. ഓർക്കണം, ലോത്ത് അബ്രഹാമിനോട് പറയുമ്പോൾ ലോത്തിന്റെ മുഴുവൻ സ്വത്ത് നഷ്ടപ്പെട്ടാലും താങ്ങാൻ കരുത്ത് ആർക്കുണ്ട്? അബ്രഹാമിന് സ്വന്തം. പക്ഷെ രൂത്ത് പറയുമ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നവോമിക്ക് വക ഇല്ല. കാരണം നമുക്കറിയാം, ബേത്ലഹേമിൽ ചെന്നിട്ട് രൂത്ത് കാലാപെറുക്കുന്നത് അറിയാം. അതായത് തന്നെ സഹായിപ്പാൻ ഒരു കഴിവുമില്ലാത്ത, തന്നെ വിട്ടുപിരിയാൻ നിർബന്ധിക്കുന്ന തന്റെ മാതാവിനോട്, തന്റെ അമ്മായിമ്മയോട് താൻ പറ്റിച്ചേരാൻ ആഗ്രഹിച്ചത് അവളുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് നോക്കിയോ, ബേത്ലഹേമിന്റെ പ്രോസ്പെറിറ്റി നോക്കിയല്ല. പിന്നെയോ അവൾ സേവിക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവത്തോട് പറ്റിച്ചേരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നവോമിയോട് പറ്റിച്ചേരുക. അല്ലാതെ എനിക്ക് എവിടെ എത്താൻ പറ്റത്തില്ല, ബേത്ലഹേമിലെത്താൻ. എന്റെ വാക്കുകൾ എന്നോട് അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ, ഈ ഒരു മെസ്സേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം, പിന്നീട് നമ്മൾ തുടരുന്നതായിരിക്കും. വായിക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അബ്രഹാമല്ലേ പറഞ്ഞ വിട്ടുപിരിഞ്ഞാലും. പക്ഷെ പിന്നീടുള്ള അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തിന് എന്ത് സ്ഥാനമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ കെയർ. അബ്രഹാം പോന്നു, പിടിക്കുന്നു, ദൂതനോട് ചോദിക്കുന്നു. ലോത്ത് വിട്ടുപിരിഞ്ഞെങ്കിൽ അബ്രഹാം ശ്രദ്ധ മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അബ്രഹാമിന്റെ സഹോദരന്റെ മകനെ അബ്രഹാം ഉപേക്ഷിച്ചില്ല, പിണങ്ങാതിരിപ്പാനെടുത്ത തീരുമാനം. പക്ഷെ ലോത്തിന്റെ ഹൃദയത്തിൽ യഹോവയായ ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ കിട്ടിയ സമയം. അതിന്റെ അങ്ങനെ കാരണം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലോത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും ആ ദൈവത്തോടുള്ള ആരാധനയും അത് വർദ്ധിച്ചു വന്നിരുന്നുവെങ്കിൽ ആ തീരുമാനമായിരിക്കത്തിൽ എടുക്കുന്നത്. അവിടെ ചെന്ന് തീരുമാനം എടുത്തേനെ, എന്റെ പിതാവിന്റെ സഹോദരനാ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോട് നിന്നെ വിട്ടുപിരിയാൻ മാത്രം പറയരുത്. ഞാൻ എന്ത് വേണേലും വിട്ടേച്ചുവാ, പക്ഷെ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ ആ മനുഷ്യന് കഴിഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ സൊദോം ഗൊമോറയിൽ പോയി പാർക്കത്തില്ല. തീയും ഗന്ധവും അയച്ച നാട്ടിൽ ഇറങ്ങിയോടി ഒരു നിമിഷം കൊണ്ട് വീട്ടിൽ പാർത്തവൻ തെരുവിൽ പാർക്കണ്ട, ഗുഹയിൽ പാർക്കണ്ട. വേദപുസ്തകത്തിൽ ഒരിടത്തും പറയാത്ത മ്ലേച്ഛത ഉൽപ്പത്തിയോട്ട് വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഒരു വീട്ടിലും നടക്കാത്ത അധാർമിക നടന്ന ഒരപ്പനായി മാറുന്ന അധപ്പതിച്ചൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കാര്യം ഓർത്തോണം. റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ വസ്തുക്കളുടെ പുറകെ പോകരുത്. വ്യക്തികളും വസ്തുവാണെങ്കിൽ വ്യക്തികളിലേക്ക് നോക്കുക, വ്യക്തിയും ദൈവമാണെങ്കിൽ ദൈവത്തിലേക്ക് നോക്കുക. പിന്നീട് ആൾക്കാർ പറയാം, എന്തോ മണ്ടത്തരവാ രൂത്ത് കാണിച്ചേ, എന്ത് കണ്ടിട്ടാ. ഓർപ്പേ നോക്കി, എന്ത് മിടുക്കി കൊച്ചാ. അമ്മച്ചിയെ പിണക്കിയില്ല, സ്വന്തം അപ്പന്റെ അമ്മ എടുത്ത് വരാനും പറ്റി. ഇവളാണ് സ്വന്തം അപ്പനെ അമ്മയും പിണക്കിട്ട് അമ്മച്ചിലൂടെ ബേത്ലഹേമിൽ പോയി. ഇവള് എന്ത് കണ്ടിട്ടാ പോനെ? ആ അമ്മ തന്നെ പറഞ്ഞു, ഞാൻ മാറായി എന്ന്. എന്ത് കണ്ടിട്ടാ? പക്ഷെ രൂത്തിനറിയാമായിരുന്നു, ഇവർക്ക് ആർക്കും കാണാൻ കഴിയാത്തതൊന്നും എനിക്ക് കാണാൻ പറ്റും. കാരണം എന്റെ ഉള്ളിൽ ആരെ തന്നു? നവോമിക്ക് അങ്ങനെ ഒരു ഗുണം ചെയ്യാൻ പറ്റി. നവോമി യഹോവ ആ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ആ രുചിച്ചറിയത്തക്ക രീതിയിൽ രൂത്തിന്റെ ഉള്ളിലേക്ക് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുന്ന ആ ബന്ധത്തിലേക്ക് രൂത്തിനെ കൊണ്ടുവന്നു. തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ആ മോവാബ്യ സ്ത്രീ ശപിക്കപ്പെട്ട മോവാബ്യ വംശത്തിൽ ലോത്തിന്റെ മകളാൽ ലോത്തിനുണ്ടായ മകന്റെ സന്തതി പരമ്പരയിലുണ്ടായ രൂത്ത്, ഇതാ ശപിക്കപ്പെട്ട വംശത്തിലെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ട വംശത്തിലേക്ക് ദൈവം അവളെ വഴിതിരിച്ചു വിടുമ്പോൾ, ജീവനുള്ള ദൈവത്തെ സേവിച്ച് ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ശപിക്കപ്പെട്ട ഒരു പിതാവായി മാറുന്നു. ശപിക്കപ്പെട്ട രണ്ട് ജാതിയുടെ പിതാവായി മാറുന്നു. ഇന്ന് രാത്രി നാം ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പലപ്പോഴും ചിന്തിക്കും,
ജീവിതത്തിലെടുക്ക തീരുമാനമൊന്നും വലിയ വാല്യൂ ഇല്ലേ? പ്രിയപ്പെട്ടവരെ, അബദ്ധം പറ്റരുത്. ഇമോഷണലായി ക്രിസ്തുവിന്റെ പ്രയോറിറ്റി, ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും പശ്ചാത്തപിക്കേണ്ട വരും. ശക്തമായ റിഗ്രറ്റ് ചെയ്യേണ്ടവരും, അനന്തരമായ വളരെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട വരും. പ്രഥമ ദൃഷ്ടിയാൽ ഒന്നും തെറ്റായി തോന്നത്തില്ല. പ്രഥമ ദൃഷ്ടിയാൽ വിലയിരുത്തിയാൽ എല്ലാം നന്നായി. എന്തുവാ? ഇടയന്മാർ തമ്മിൽ ഇനി പിണങ്ങത്തില്ല, വഴക്കുണ്ടാകത്തില്ല. ലോത്ത് സെറ്റിലായി, അബ്രഹാമും സെറ്റിലായി. പക്ഷെ ലോത്തിന്റെ സെറ്റിൽമെന്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ തുടർന്ന് അങ്ങോട്ട് വായിച്ചാൽ പ്രഥമ ദൃഷ്ടിയാൽ നമ്മളെല്ലാം സെറ്റിലായെന്ന് തോന്നും. പക്ഷേ നമുക്കിന്ന് രാത്രി നാം ദിവസം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഒന്ന് ശോധന കഴിക്കാം. ആം ഐ എ സിക്ക് പേഴ്സൺ? ഞാനൊരു സിക്ക് റൈറ്റസ് വ്യക്തിയാണോ? ഞാൻ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണോ? എന്റെ വായിലേ ഉള്ളോ കർത്താവ്, അതോ എന്റെ ഹൃദയത്തിലുണ്ടോ? ആരെ വിട്ടുപിരിയണമെന്ന് ബോധ്യം എനിക്കുണ്ടോ? ഞാൻ ആരോടുകൂടെ ചേർന്ന് നടക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? ഞാൻ ഏത് കമ്മ്യൂണിറ്റിയിലായിരിക്കും എന്നെ വിളിച്ചതെന്ന് ബോധ്യം എനിക്കുണ്ടോ? അതോ ഏതെങ്കിലും ഒരു വിഷയത്തിന് മുമ്പിൽ തീരുമാനങ്ങൾ മാറ്റി ഞാൻ സെറ്റിലാകാൻ, ഞാൻ അതിരുകൾ വിസ്താരമാകുന്ന ഒരു വിശാലതയിലേക്ക് എന്റെ ഹൃദയം കൊതിക്കുകയാണോ? അതോ യേശുവിനോട് ചേരുവാൻ എന്റെ ഹൃദയം കൊതിക്കുകയാണോ? എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ജീവനുള്ള ദൈവത്തെ കുടുംബമായി സേവിക്കാനും സ്നേഹിപ്പാനും ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ വിട്ടുപിരിഞ്ഞ് ഞാൻ അനർത്ഥത്തിലേക്ക്, ദോഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ശോധന കഴിക്കാൻ ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.